ക്രോധാരൂപിയും ദുശാഠ്യക്കാരനുമായ ഒരു ഭർത്താവ്. ഒരാളെ സ്വസ്ഥമായ ഒരു ജോലിയെ സമ്മതിക്കാതെ നീയല്ലേ? തന്റേടിയും ബുദ്ധിശാലിയുമായ ഒരു ഭാര്യ. ഒരു കാര്യം ചുമ്മാ അങ്ങ് പറഞ്ഞാ പോരാ, അത് സ്വന്തം ജീവിതത്തിൽ പ്രവർത്തിച്ചു കാണിക്കണം. ഇവരുടെ തർക്കങ്ങൾക്കിടയിൽ നക്ഷത്രം എണ്ണുന്ന ഒരു പാവം ഉത്തമൻ. ആപ്പീസ് മുറിയിലെ നിരന്തര സാന്നിധ്യമായി ശിശുപാലനും സ്വയംപ്രഭയും കാഞ്ചനയും. നിങ്ങൾക്ക് തോന്നുമ്പോൾ കയറി വരാൻ ഇത് സത്രമല്ല. സ്നേഹിച്ചും കലഹിച്ചും ചിരിച്ചും ചിന്തിപ്പിച്ചും ഇവർ മലയാളികളുടെ സ്വീകരണ മുറിയിലെത്തുന്ന 700-ാം രാത്രി. പാഠം 700. ഓർത്തു വയ്ക്കാൻ ഒരു ദിവസം. ഹലോ, അത് സത്യഭാമയാണ്. ആ, സത്യപാല, എന്താ വിശേഷം? ഏത് ഫയല്? അയ്യോ, ഞാനത് മറന്നുപോയി. ആ ഫയൽ എന്റെ കയ്യിലിരിക്കുക. അത് ഞാൻ ഇന്നലെ വിദ്യയുടെ ലയിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷെ ഓഫീസിൽ ഇറങ്ങിയപ്പോ മറന്നുപോയി. ഇല്ല, ഞാനിന്ന് ലീവാ. ആരെങ്കിലും ഒന്ന് പറഞ്ഞയക്കാമോ? ഞാൻ കൊടുത്തു വിട്ടോടാ. അയ്യോ, അതെയോ? ശരി, എന്താ ചെയ്യാൻ പറ്റാ ഞാൻ നോക്കട്ടെ. അത് വലിയ അബദ്ധമായി പോയല്ലോ. നീ ഒരു ഫയൽ ആഫീസിൽ കൊടുക്കാൻ മറന്നുപോയി എന്ന് മനസ്സിലായി. ഭാമേ, ഇതാണ് ഞാൻ പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറന്നുപോകുന്നത് ശ്രദ്ധക്കുറവ് കൊണ്ടാണ് എന്ന്. എന്തൊക്കെയാണ് ഓർത്തു വെക്കേണ്ടത്, എന്തൊക്കെയാണ് മറന്നു കളയേണ്ടത് എന്ന് നിനക്കറിയില്ല. രാവിലെ ചുമ്മാ കുറ്റം പറയാൻ നിൽക്കില്ലേ മോനട്ടാ. മനുഷ്യാകുമ്പോ ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ മറന്നു പോയിരിക്കില്ലേ. മറക്കാൻ പാടില്ലാത്തത് മറക്കാൻ പാടില്ല. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. ഹലോ. ആ, ഉത്തമ, ഞാനാ. ആ, എന്താണ് വക്കീലേ? ഇതുവഴി ഒന്ന് വരാൻ പറ്റുമോ? എന്തു പറ്റി വക്കീലേ? ആഫീസിൽ ഇന്നത്തേക്ക് ആവശ്യമുള്ളൊരു ഫയല് എന്റെ കയ്യിലായിപ്പോയി. ഞാനാണെങ്കിൽ ഇന്ന് ലീവുവാ. ഉത്തമന് സമയമുണ്ടെങ്കിൽ ഇതുവഴി വന്ന് ആ ഫയൽ ഒന്ന് വക്കീൽ ആഫീസിൽ കൊടുത്തേക്കാമോ? ഒരു 10 മണി കഴിഞ്ഞിട്ട് വന്നാ മതിയാ? രാവിലെ ഇത്തിരി തിരക്കായതുകൊണ്ടാ. അത് മതി. ഉച്ചയ്ക്ക് മുന്നേ ഫയൽ ഒന്ന് ഓഫീസിൽ എത്തിച്ചാ മതി. ഓ, അത് ഞാൻ വക്കീലേ. എത്ര ഉണ്ടായിരുന്നുള്ള കാര്യം. ഇതാണ് വില്ലേജ് ഓഫീസർ വലിയ സിദ്ധാന്തം പറഞ്ഞത്. മോഹനേട്ടൻ എന്താ പറഞ്ഞത്? മറക്കാൻ പാടില്ലാത്തത് മറക്കാൻ പാടില്ലെന്നോ? അതെ, മനുഷ്യർ അവരുടെ ജീവിതത്തിൽ മറക്കാതെ ഓർത്തു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട തീയതികൾ, ഉദാഹരണത്തിന് ജനനത്തീയതി, വിവാഹ വാർഷികം, വളരെ വേണ്ടപ്പെട്ട ആളുടെ മരണത്തീയതി തുടങ്ങിയവയൊക്കെ. പിന്നെ സ്വന്തം ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. നീ ഇപ്പോൾ മറന്നത് നിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കാരണമാണ്. നിന്റെ ഉത്തരവാദിത്തമില്ലായ്മയ്ക്ക് ഇതിൽ കൂടുതൽ ഉദാഹരണം വേണോ? അപ്പൊ മോഹനേട്ടൻ ഇത്തരം കാര്യങ്ങളൊന്നും മറക്കാറേ ഇല്ല? ഒരിക്കലുമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം മോഹനേട്ടൻ മറന്നതായിട്ട് ഞാൻ തെളിയിച്ചാലോ? തെളിയിക്ക്. ഇപ്പോഴല്ല, ഇനി എന്തെങ്കിലും ഏതെങ്കിലും ഒരു ആഫീസ് കാര്യം മോഹനേട്ടൻ മറന്നു എന്ന് പറയൂല്ലോ. അങ്ങനെ വരുമ്പോ ഇതിനുള്ള മറുപടി ഞാൻ അപ്പൊ പറയാം. ഞാൻ അങ്ങനെ മറക്കില്ല. കാരണം ഇത്തരം കാര്യങ്ങളാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വില്ലേജ് ഓഫീസറായതും നീ പ്രധാന കാര്യങ്ങൾ മറന്നു പോകുന്ന ഒരു വക്കോലായതും. ശരി, ഇപ്പൊ ഈ പറഞ്ഞത് മോഹനേട്ടൻ മാറ്റി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അന്ന് തോറ്റുന്ന് സമ്മതിക്കണം. തോൽക്കില്ല. നമുക്ക് നോക്കാം. അങ്ങനെ മോഹനേട്ടൻ തോറ്റിട്ടുണ്ടെങ്കിൽ അന്ന് മോഹനേട്ടൻ മനസ്സിലാവും എല്ലാ മനുഷ്യരും പല കാര്യങ്ങളും മറന്നു പോവാറുണ്ടെന്ന്. ശരി, നമുക്ക് നോക്കാം.
ഞാൻ ഇറങ്ങുക. നിനക്ക് വേറൊന്നും പറയാലല്ലോ? എന്തു പറയാൻ? അല്ല, നീ ഭയങ്കര മറവിയുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നോട് എന്തെങ്കിലും പറയാൻ മറന്നുപോയിട്ടുണ്ടോ? മതി. ഒരു ഫയലിന്റെ കാര്യം ഞാനൊന്ന് മറന്നുപോയതിനാണോ ഇതിന് മാത്രം വർത്താനം പറയുന്നത്? ഒന്നാമത് അത് മോഹനേട്ടന്റെ കാര്യമല്ല, എന്റെ ആഫീസ് കാര്യമാണ്. രണ്ടാമത് ഞാൻ ആ ഫയല് ആഫീസിലെത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുകയും ചെയ്തു. പിന്നെ എന്താണ് കുഴപ്പം? അതെന്താ ഏർപ്പാട്? അത് സാർ അറിയണ്ട. എനിക്ക് മോഹനേട്ടന്റെ അത്രയും ഓർമ്മശക്തി ഇല്ലല്ലോ. അപ്പോ എനിക്ക് ആരുടെയെങ്കിലും ഒക്കെ സഹായം വേണ്ടി വരുമല്ലോ. പക്ഷേ എന്റെ ഓർമ്മശക്തി അത്ര മോശമല്ല എന്ന് മോഹനേട്ടൻ സമ്മതിക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഓർത്താ കൊള്ളാം. ഒരിക്കലുമല്ല. ഞാൻ ഒരു ദിവസം ഓർമ്മിപ്പിച്ചില്ല എങ്കിൽ രാവിലെ എന്റെ ഷട്ടുമുണ്ടും തേച്ച് വെക്കാനും ചോറ്റുപാത്രത്തിൽ ഊണെടുത്ത് വെക്കാനും എന്തിന് രാവിലത്തെ ചായ എടുത്തു തരാൻ പോലും നീ മറക്കും. അങ്ങനെ ഞാൻ മറന്നത് കൊണ്ടാണല്ലോ എന്റെ മോഹനേട്ടൻ പട്ടിണി കിടന്ന് ആകെ ക്ഷീണിച്ചു പോയത്. വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ആഫീസ് പോകാൻ നോക്ക്. ഞാൻ ഇറങ്ങുന്നു. എന്തെങ്കിലും ഓർക്കുകയാണെങ്കിൽ വലിയ ആഫീസിലെ ഫോണിലേക്ക് വിളിച്ചാൽ മതി. നമസ്കാരം സാറേ. ആ, സാറിന് നേരത്തെ ആണെന്ന് തോന്നല്ലോ. എന്ത് പറ്റി? ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. വക്കീല് കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു സാറേ. വക്കീൽ ഓഫീസിൽ കൊടുക്കാനുള്ള ഏതോ ഫയൽ വക്കീല് മറന്നുപോയി. അത് സത്യപാലൻ വക്കീലിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാമോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ഓ, അപ്പൊ അതാണ് സംഭവം. ഫയൽ മറന്നുപോയതിന്റെ പരിഹാരം അവൾ കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ അത് ഉത്തമനായിരിക്കും എന്ന് ഞാൻ കരുതിയില്ല. ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറന്നു പോകുന്നത് ഉത്തരവാദിത്ത ബോധമില്ലാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവളത് സമ്മതിച്ചില്ല. ഉത്തമൻ അറിയാമോ എന്ത് സാറേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ഞങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. പക്ഷേ അവക്കത് ഓർമ്മയില്ല. എന്ത് സാർ ഇന്നത്തെ പ്രത്യേകത? ഉത്തമ, ഞാൻ സത്യഭാമയെ പെണ്ണ് കാണാൻ ചെന്നത് സെപ്റ്റംബർ 16-ാം തീയതിയായിരുന്നു. പെണ്ണ് കാണാൻ ചെന്നതോ? അതൊക്കെ സാർ ഓർത്തു വെച്ചിരിക്കുകയാണ്. അത് ഓർത്തിരിക്കണമല്ലോ. ഞാനും ഭാമയും ഭർത്താവും ഭാര്യയുമാണ്. ഞങ്ങൾ വിവാഹം കഴിച്ച ദിവസം ഓർത്തു വെക്കാമെങ്കിൽ ജീവിതത്തിൽ ആദ്യമായി ഞങ്ങൾ കണ്ട ദിവസം ഓർത്തു വെക്കണ്ടേ? എന്റെ പൊന്ന് സാറേ, പെണ്ണ് കാണാൻ പോയ തീയതി ഓർത്തു വെച്ച് അതിന്റെ വാർഷികം ആഘോഷിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ആളായിരിക്കും സാറ്. അങ്ങനെ പറയരുത് ഉത്തമ. ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നവർ ഏറ്റവും അധികം ഓർത്തിരിക്കേണ്ടത് അവർ ആദ്യമായി തമ്മിൽ കണ്ട ദിവസമായിരിക്കണം. അത് ഞാൻ ഓർത്തിരിക്കുന്നു. എന്തുകൊണ്ടാ? എനിക്ക് അവളോട് സ്നേഹമുള്ളത്. പക്ഷേ ഭാമ അത് ഓർത്തില്ല. എന്തുകൊണ്ടാ? അവൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ജീവിതത്തിൽ പ്രധാനമായിട്ട് തോന്നില്ല. അല്ല, എങ്കിൽ പിന്നെ സാറിന് വക്കീലിന്റെ അടുത്തൊന്ന് ഓർമ്മിപ്പിച്ചൂടെ? വൈകിട്ട് വരെ ഞാൻ പറയില്ല. അത് കഴിഞ്ഞു വേണം ഇന്നത്തോടുകൂടി അവളുടെ അഹങ്കാരം തീർക്കാൻ. അപ്പൊ ശരി, ഓക്കെ. പിന്നെ ഉത്തമൻ ഇപ്പോ ഭാമയെ കാണാൻ പോവുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം ഭാമയോട് ഉത്തമൻ പറഞ്ഞാൽ ഞാനും ഉത്തമനും തമ്മിലുള്ള എല്ലാ ബന്ധവും അതോടെ തീരും. തീർക്കണോ? ഇല്ല, ഞാൻ പറയൂല സാറേ. പറയരുത്. ഇല്ല. എനിക്ക് അവളുടെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധയുണ്ടെന്ന് അവൾ അറിയാൻ പോകുന്നത് ഇന്ന് വൈകിട്ടാണ്. അതുവരെ അവൾക്കൊരു സൂചന പോലും കിട്ടാൻ പാടില്ല. ശരി. ഞാൻ പറയില്ല. കഷ്ടം. പെണ്ണ് കാണാൻ പോയ ഡേറ്റ് ഓർത്ത് വയ്ക്കുന്ന ഭ്രാന്ത് ഒരു വശത്ത്, ആ ഡേറ്റിന്റെ കാര്യം പറഞ്ഞ ഭാര്യയെ തോൽപ്പിക്കാൻ നോക്കുന്ന വട്ട് മറുവശത്ത്. ഇങ്ങേരി ഭൂമിയിൽ ജനിക്കേണ്ട സാധനമൊന്നും അല്ലേ. എന്തായാലും കാഞ്ഞിന സാർ കാണിച്ചത് അന്യായമായിപ്പോയി. താലൂക്ക് ഓഫീസിൽ കൊടുക്കുന്ന റിപ്പോർട്ടിൽ കൂടാന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു ഒറ്റ മുങ്ങിയില്ലേ? ഞാൻ മുങ്ങിയതൊന്നും അല്ല പ്രഭേ. ഉച്ചതിരിഞ്ഞ് മോഹനേഷ് സാർ പറഞ്ഞു വിശ്വംഭരന്റെയും സുധാകരന്റെയും സ്ഥലം പോയി നോക്കണമെന്ന്. 2 ദിവസത്തിനുള്ളിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ളതാന്ന്. ഞാൻ വിശ്വംഭരന്റെ വീട്ടിലെത്തിയപ്പോ അവിടെ ആളില്ല. അങ്ങേര് വന്നത് 3:30 മണിക്ക്. സ്ഥലം നോക്കിയിട്ട് സുധാകരന്റെ വീട്ടിലേക്ക് പോയി. സുധാകരന്റെ വീടിന്റെ അടുത്തൊന്നും അല്ല ഈ സ്ഥലം, കുറേ നടക്കണം. അവസാനം ആ സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോ മണി 4:45.
പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് എന്തിനാ? അതുകൊണ്ട് ഞാൻ മോഹനേഷ് സാറിനെ വിളിച്ചു ചോദിച്ചപ്പോ സാറ് പറഞ്ഞു വീട്ടിൽ പൊക്കോളാൻ. അതാ സംഭവിച്ചത്. എന്റെ കാഞ്ഞന സാറേ, ഈ അടവൊക്കെ കയ്യിൽ വെച്ചാ മതി. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് കാഞ്ഞന സാറ് ടൗണിലുള്ള ലക്ഷ്മി ടെക്സ്റ്റൈൽസ് നിൽക്കുന്നു എന്നോടൊരാൾ പറഞ്ഞതോ? ഞാനോ? ചുമ്മാ നോണ പറയണ്ട സാറേ. സാർ ഇന്നലെ പുതിയ സാരി വാങ്ങാൻ പോയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ വിവരം എങ്ങനെ മോഹനേഷ് സാർ അറിഞ്ഞുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനത് അറിഞ്ഞു. ഇന്നലെ കാഞ്ചന എന്നെ വിളിച്ചത് സുധാകരന്റെ വീട്ടിൽ നിന്നല്ല എന്ന് ഞാൻ ഇന്നലെ തന്നെ അറിഞ്ഞു. സുധാകരനെ ഞാൻ കണ്ടിരുന്നു. സാർ, അത് പിന്നെ ലക്ഷ്മി ടെക്സ്റ്റൈൽസിൽ നല്ല സാരി വന്നിട്ടുണ്ട്. അതൊന്ന് വാങ്ങണമെന്ന് കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇന്നലെ ഇവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയ നിലയ്ക്ക്. പക്ഷേ മേലുദ്യോഗസ്ഥനോട് കള്ളം പറയുന്നത് നല്ലതിനല്ല. ഇനിമേലിൽ കാഞ്ചന എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിച്ചു എന്ന് വരില്ല. സാർ, എനിക്ക് ഉച്ചയ്ക്ക് ടൗൺ വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്. 1 മണിക്ക് പോയാൽ 2 മണിക്ക് തിരിച്ചു വരും. എല്ലാ ജോലിയും തീർത്തിട്ട് പൊയ്ക്കോളാം. അത്യാവശ്യം വേണ്ടോ സാർ? എല്ലാ ജോലിയും തീർത്ത് 1 മണിക്ക് പോയി 2 മണിക്ക് തിരിച്ചു വരാമെങ്കിൽ സ്വയംവരം പൊയ്ക്കോളൂ. സാർ, സാർ സമ്മതിച്ചോ? തീർച്ചയായും ഞാൻ സമ്മതിച്ചു. പക്ഷേ പറഞ്ഞാൽ സമയം പാലിക്കണം. ഇതെന്താ കാഞ്ഞന സാറേ, മോഹനേഷ് സാർ ഇങ്ങനെ? സ്വയംപ്രഭേ, ഞാൻ എന്താ ഇങ്ങനെ സന്തോഷമായിരിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് ആരോടും ദേഷ്യപ്പെടാനോ വഴക്കുണ്ടാക്കാനോ കെ മോഹനകൃഷ്ണ സാർ തയ്യാറല്ല. എന്താ സാറേ വിശേഷം? അതൊരു രഹസ്യമാണ്, ഇവിടെ പറയാൻ പാടില്ല. അതെന്താ കാഞ്ഞന സാറേ അങ്ങനെ ഒരു സംഭവം? എനിക്ക് പിടിയിട്ടില്ല. എന്തോ വലിയ കാര്യ. അല്ലെങ്കിൽ സാർ ഇങ്ങനെ പെരുമാറില്ല. ഇന്നലെ ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് അറിഞ്ഞ നിമിഷം എന്നെ ചീത്ത വിളിച്ച് കണ്ണുപൊട്ടിച്ചോനെ. എന്നാൽ അതെന്തായിരിക്കും? നമസ്കാരം ടോക്കിലേ. ഞാൻ താമസിച്ചാ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടി ചേട്ടന്റെ വീട് വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ താമസിച്ചത്. കുഴപ്പമില്ല. ഇന്നലെ ഓഫീസിൽ കൊടുക്കേണ്ട ഒരു ഫയലായിരുന്നു, ഞാനത് മറന്നുപോയി. ഇന്ന് സത്യപാലൻ വിളിച്ചപ്പോഴാണ് ഞാനത് ഓർത്തത്. ഞാനത് മറന്നുപോയി എന്ന് സത്യപാലനോട് ഫോണിൽ സംസാരിക്കുന്ന കേട്ട് വില്ലേജ് ഓഫീസറിന് ഇനി പറയാനൊന്നും ബാക്കിയില്ല. എനിക്ക് ഭയങ്കര മറവിയാണ്, ഉത്തരവാദിത്ത ബോധമില്ല, ശ്രദ്ധയില്ല എന്നെല്ലാം പറഞ്ഞു. ഞാൻ സാറിനെ കണ്ടായിരുന്നു. ഇതൊക്കെ സാർ എന്റെ അടുത്തും പറഞ്ഞു. ആ പറയൂല്ലോ, എന്നെ ചെറുതാക്കി കാണിക്കാൻ കിട്ടുന്ന ഒരവസരം വില്ലേജ് ഓഫീസർ കളയില്ലല്ലോ. എന്താ ഇന്ന് വില്ലേജ് ഓഫീസർക്ക് ഒരു വലിയ അക്കടി പറ്റിയിട്ടുണ്ട് ഉത്തമാ. എന്താ നോക്കിയില്ലേ? രാവിലെ എന്നോട് പറയുകയാണ് അവനവന്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറന്നു പോകുന്ന ഉത്തരവാദിത്വമില്ലായ്മയാണ്, ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറക്കുന്ന ശ്രദ്ധയില്ലായ്മയാണ് എന്നൊക്കെ. ഇതൊക്കെ പറഞ്ഞ വില്ലേജ് ഓഫീസർ ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്നിട്ട് മറന്നുപോവുകയും ചെയ്തു. എന്താ നോക്കിയില്ലേ? ഞാനത് പറയുമ്പോ ചിലപ്പോ ഒന്നും ചിരിക്കുമായിരിക്കും, പക്ഷേ ഒരിക്കലും മറന്നു പോകാതെ ഞാൻ ഓർത്തു വെച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. മോഹനേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നത് സെപ്റ്റംബർ 16-ാം തീയതിയാ. ഞാൻ ജീവിതത്തിൽ ആദ്യമായി മോഹനേട്ടനെ കണ്ടത് അന്നാ. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമല്ലേ ഉത്തമ? പിന്നെ ആയിരിക്കും. ആണ്. എന്നെ കാണാൻ വന്നതും ഞാൻ ചായയും പലഹാരവുമായി ചെന്നപ്പോ എന്റെ മുഖത്ത് പോലും നോക്കാതെ ആ ഉപ്പേര് മുഴുവൻ വാരി തിന്നതല്ല ഞാൻ മറന്നിട്ടേ ഇല്ല.
പക്ഷെ മോഹനേട്ടൻ മറന്നുപോയി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മോഹനേട്ടൻ ഓർക്കുന്നു പോലുമില്ല. അതെ അതെ, അത് വളരെ ശരിയാണ്. എന്തായാലും ഞാനൊരു ഷർട്ട് കൊണ്ട് മോഹനേട്ടൻ വാങ്ങി വെച്ചിട്ടുണ്ട്. തയ്ച്ച ഷർട്ട് ഹരിദാസിന്റെ കട തന്നെ ഇരിക്കുക. ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ കാരണം ചോദിക്കില്ലേ? കുറച്ച് കഴിയുമ്പോ ഹരിദാസിന്റെ കടയിൽ പോയി അതിങ്ങ് എടുത്തോണ്ട് വരണം. എന്നിട്ട് വൈകുന്നേരം മോഹനേട്ടൻ വരുമ്പോ കാര്യമെല്ലാം പറയണം. വില്ലേജർ കണ്ണു തള്ളി പോയല്ലോ ഉത്തമ. പിന്നെ ഉറപ്പായിട്ട് കണ്ണു തള്ളി പോവും. എന്റെ കണ്ണിതാ ഇപ്പൊ തന്നെ ഇങ്ങനെ തള്ളിയിരിക്കുക. ഓർമ്മശക്തി ആർക്കാ കൂടുതലും നമുക്കൊന്നും അറിയണമല്ലോ. വേണം 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 വേണം. അക്കാര്യത്തിൽ ഇന്നേ ഒരു തീരുമാനമാവുകയും ചെയ്യും. ഉത്തമ നിൽക്കേ, ഞാൻ ആ ഫയൽ എടുത്തിട്ട് വരാം. ഈ നാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാൻ നടക്കുകയാണ്. ഈശ്വര, ഇതുപോലെ രണ്ടെണ്ണം ഭൂമിയിൽ വേറെ കാണേയില്ല. ശിശുപാലൻ ചേട്ടാ എന്താ താമസിച്ചത്? ഒരിടം വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. മോനടി സാർ വന്നില്ലേ? വന്നു. ആ ഇന്ന് എന്താന്ന് അറിഞ്ഞൂടാ, നല്ല സ്വഭാവത്തില. ആ ഇന്നലെ സ്ഥലം നോക്കാനാണെന്ന് പറഞ്ഞ് ടൗണിൽ കാഞ്ഞിന സാറ് സാരി വാങ്ങാൻ പോയെന്ന് അറിഞ്ഞിട്ടും സാറ് ദേഷ്യപ്പെട്ടതേ ഇല്ല. ആണോ? ആ അത് മാത്രല്ല ശിശുപാലൻ ചേട്ടാ, സ്വയംപ്രഭ ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് പുറത്തോട്ട് പോട്ടെ എന്ന് ചോദിച്ചപ്പോ അത് സമ്മതിച്ചു. സാറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? എന്താ? വക്കീലിനുള്ള പുതിയ സാരിയും ബ്ലൗസുമാ. സാർ ഒരാഴ്ച മുമ്പേ സാരി വാങ്ങി ബ്ലൗസ് തയ്ക്കാനായിട്ട് ലീലാമ്മയുടെ തയ്യക്കടയിൽ കൊടുത്തായിരുന്നു. ഇന്ന് രാവിലെ വരുന്ന വഴി ഇത് വാങ്ങിക്കൊണ്ട് വരണമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. സാരിയോ? അപ്പൊ ഇന്നെന്തോ കാര്യമായ വിശേഷം ഉണ്ടല്ലോ. കാണും. ശിശുപാല, എന്താ താമസിച്ചത്? ലീലാമ്മ കട തുറക്കാൻ വൈകി സാർ. ഇത് വാങ്ങിയിട്ടേ വരാവൂന്ന് സാറ് പറഞ്ഞതുകൊണ്ടേ കട തുറക്കുന്നവരെ ഞാൻ അവിടെ തന്നെ നിന്നു. വലിയ ഉപകാരം. ഇന്നത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊരു കാര്യമില്ല. അപ്പൊ നിങ്ങളുടെ വലിയ നടക്കട്ടെ. സാർ, എന്താ വിശേഷമൊന്നും സാറ് പറഞ്ഞില്ല. പറയുമ്പോ അത് അത്ര വലിയ വിശേഷമൊന്നും ആയിരിക്കില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. എന്തായാലും പറയേ സാറേ, ഞങ്ങള് ഭയങ്കര ആകാംക്ഷയില്ല. അനാവശ്യമായ ആകാംക്ഷ ഒട്ടും നല്ലതിനല്ല. എന്നാൽ അത് എന്ത് കാര്യമായിരിക്കും ശിശുപാലൻ ചേട്ടാ? പിറന്നാളല്ല, അതാണെങ്കിൽ സാറ് പറയുമായിരുന്നു. ഇനിയിപ്പോ വിവാഹ വാർഷികമാണോ? അതാണെങ്കിലും പറയാലോ. ഇത് പറയാൻ പറ്റാത്ത എന്തോ കാര്യമാണ്. പറയാൻ പറ്റാത്ത എന്തോ കാര്യം? പറയാൻ പറ്റാത്ത കാര്യം എങ്ങനെ പറയും? ഹലോ, അതെ. വിദ്യ, കേസിന്റെ കാര്യം എന്തായി? എനിക്കറിയായിരുന്നു അതേ നടക്കൂന്ന്. പ്രോസിക്യൂട്ടർ കേസ് മാറ്റിവെക്കാൻ പറയുമെന്ന് എനിക്കറിയാവുന്നുള്ളത് കൊണ്ടാണല്ലോ ഞാനിന്ന് വരില്ല എന്ന് പറഞ്ഞത്. എന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമല്ലേ ഇന്ന്. അതൊക്കെയുണ്ട്. ഒരു വലിയ സംഭവത്തിന്റെ വാർഷികമാണ് എന്നത് ഒന്നാമത്തെ കാര്യം. രാവിലെ എന്നെ കളിയാക്കിയിട്ട് പോയ മോഹനേട്ടൻ ഒരല്പം കഴിയുമ്പോ എന്നോട് തോൽവി സമ്മതിക്കാൻ പോവുകയാണ് എന്നത് രണ്ടാമത്തെ കാര്യം. അതൊക്കെ ഉണ്ട്. അത് ഞാൻ നാളെ ഓഫീസ് വരും പറയാം. അതൊരു വലിയ കഥയാണ്. മോഹനേട്ടൻ വന്നു, ഞാൻ പിന്നെ വിളിക്കാം. എന്താണ്? എന്തോ വലിയ കഥയുടെ കാര്യമൊക്കെ പറയുന്നു. കഥ തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഓഫീസിൽ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായില്ലോ അല്ലേ മോഹനേട്ടാ? ഓഫീസിൽ എന്ത് വിശേഷം ഉണ്ടാവാൻ? അല്ല, എന്തേലും വിശേഷം ഉണ്ടായിരുന്നുവെങ്കിൽ അടുത്ത കൊല്ലം ഇതേ ദിവസം സെപ്റ്റംബർ 16 അതിന്റെ 1ാം വാർഷികമാണ് എന്ന് പറയാറുന്നല്ലോ. നീ എന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ സെപ്റ്റംബർ 16 ഒരു വിശേഷമുണ്ടായാൽ ഞാനത് ഓർത്ത് വെക്കുക തന്നെ ചെയ്യും. എല്ലായ്പ്പോഴും അത് പറ്റണമെന്നില്ല മോഹനേട്ടാ. രാവിലെ മോഹനേട്ടൻ പറഞ്ഞതുപോലെ ജനനത്തീയതി, മരണത്തീയതി, വിവാഹ വാർഷികം എന്നിവ മാത്രമല്ലോ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു കാര്യം മോഹനേട്ടന് മറന്നുപോയി. ഞാൻ ഒരിക്കലും ഒന്നും മറക്കില്ല.
എന്റെ ജീവിതത്തിൽ സെപ്റ്റംബർ 16-ാം തീയതി ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. ഇതെന്താ? ഇതെന്താ? ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്നത് സെപ്റ്റംബർ 16-ാം തീയതി ആണല്ലോ. അത് ഞാൻ ഈ ജന്മത്ത് മറക്കൂ. ഇത് നിനക്കുള്ളൊരു സമ്മാനമാണ്. ഇത് മോഹനേട്ടനോ? ഇതെന്താ? ഒരു ഷർട്ടുമുണ്ട്. ഇതോ? ഒരു സാരിയും ബ്ലൗസും. മോഹനേട്ടൻ ഈ തീയതി ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ രാവിലെ പറയാതിരുന്നത് എന്താ? നിനക്ക് ഓർമ്മയുണ്ടെന്ന് നീയും പറഞ്ഞില്ലല്ലോ. ഈ ഒരു തീയതി എനിക്ക് മറക്കാൻ പറ്റുമോ മോഹനേട്ടാ? എന്റെ മോഹനേട്ടനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടത് ആ ദിവസമല്ലേ? ഞാൻ നിന്നെ കണ്ടത്. ഹലോ. ആ വക്കീലെ, ഞാനാണേ. ആ, എന്താ ഉത്തമ? സാറിന്റെ ഷർട്ടും കൊണ്ട് കൊടുത്ത വക്കീലെ. ആ, കൊടുത്തോണ്ടിരിക്കുന്നു. പക്ഷേ സാറ് സംഭവം നേരത്തെ അറിഞ്ഞു പോയി അല്ലേ? ഞാൻ വക്കീലിനെ കാണാൻ വരുന്നതിന് മുമ്പേ സാർ എന്റെ അടുത്ത് കാര്യം പറഞ്ഞിരുന്നു. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാൻ നോക്കുമ്പോഴേ ഈ പാവം ഉത്തമ അതിലെന്തിനാ ഇടപെടുന്നതെന്ന് കരുതിയാ ഞാൻ മിണ്ടാതിരുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ വക്കീലെ, അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാൻ നിങ്ങൾ എത്ര നോക്കിയാലും നടക്കൂലെന്ന്. അപ്പൊ ശരി, ഹാപ്പി പെണ്ണ് കാണൽ ആനിവേഴ്സറി. ഞാൻ മോഹനേട്ടനെ തോൽപ്പിക്കാൻ നോക്കുകയാണെന്നും മോഹനേട്ടൻ എന്നെ തോൽപ്പിക്കാൻ നോക്കുകയാണെന്നും ഉത്തമനെ അറിയാറുന്നു. നമ്മൾ പക്ഷെ അതറിഞ്ഞതുമില്ല. നമ്മൾ തോൽപ്പിക്കാൻ നോക്കിയതല്ലോ. അല്ല മോനേട്ടാ, ഇതിപ്പോ ആരാ തോറ്റത്? ഇതിലിപ്പോ ആരും തോറ്റില്ല. നമ്മൾ രണ്ടുപേരും ജയിച്ചു. ഇവരിൽ ആർക്കാണ് കൂടുതൽ ബുദ്ധിയെന്നോ കൂടുതൽ ഓർമ്മശക്തിയെന്നോ ഉള്ള തർക്കങ്ങൾക്ക് പ്രസക്തിയില്ല. 700 രാത്രികളിലായി കലഹിച്ച് സ്നേഹിക്കുകയും സ്നേഹിച്ച് കലഹിക്കുകയും ചെയ്യുന്ന ഈ വിചിത്ര ദമ്പതികളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. കാര്യനിസാരം തുടരുന്നു.